മുഖാകെ കരുവാളിച്ചു പോയല്ലോ. കണ്ണിനടിയിൽ എന്ത് ഇത്ര കറുപ്പ്? വെള്ളം കുടിക്കാറില്ലേ? രാത്രി ഉറങ്ങാറില്ലേ? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ടവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കുട്ടി റെമഡി പറഞ്ഞുതരാം. ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനത് സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളായപ്പോൾ ഞാൻ ചെറിയൊരു മടി കാരണം ഒന്ന് നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഒരു കുട്ടി റെമഡിയാണ്, പക്ഷെ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. സോ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. സോ ഞാനിത് ഇവിടെ കാണിച്ചു പോലെ നമുക്ക് അഞ്ച് ഈത്തപ്പഴവും പിന്നെ അത് പാലിൽ കുതിർത്ത് വെക്കുക. 1 മണിക്കൂറോളം കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചിട്ട് നമ്മൾ മിക്സിയിൽ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് പച്ചരി പൊടിച്ചത് ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് വരത്തിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ അതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. അത് 1 സ്പൂൺ മുൾട്ടാണി മിട്ടിയും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് വരത്തിലാക്കി എടുക്കണം. ചെയ്യുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കൈ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈത്തപ്പഴം ബാക്കി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നല്ല മധുരമൊക്കെ തോന്നും. ഇടയ്ക്ക് നോക്കാൻ ഇരിക്കട്ടെ ഒഴിക്കുക പോലെ. എനിക്ക് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഒരുപാട് മാസങ്ങളായിട്ട് കെയർ ചെയ്ത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നല്ല ടാൻ ഉണ്ട്. കണ്ണിൻ്റെ ഇടയ്ക്ക് തേക്കാട്ടോ. എൻ്റെ കണ്ണിടയ്ക്ക് നല്ല കറുപ്പുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. ജസ്റ്റ് അതുകൊണ്ട് അയ്യോ ഇനി ഈത്തപ്പഴം ആയതുകൊണ്ട് ഇനി മുഖത്തോട്ട് തേക്കാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കണ്ട. ഒരു 5 ഈത്തപ്പഴം പോയി വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ മാത്രം നമുക്ക് തേച്ചാൽ പോരാ. വൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപൂർവങ്ങളായ ഭയങ്കര തെറ്റായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നമ്മുടെ സ്കിന്നിനെ എൻഹാൻസ് ചെയ്യുന്ന, ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നമുക്ക് നല്ല രീതിയിൽ സ്കിൻ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. കഴുത്തിന് ദയവേത് തേക്കാതിരിക്കരുത്. മടിയുള്ളതാണെങ്കിലും ദയവേത് തേക്കുക. അല്ലെങ്കിൽ മുഖം വേറെ കളറും കഴുത്ത് വേറെ കളറായ നല്ല ബോറായിരിക്കും കാണാൻ. പിന്നെ അതിന് മേക്കപ്പ് വേറെ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? കഴുത്തിനും തേക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഈ കൈക്കും കൂടി നമ്മൾ ഇടുകയാണേ. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, എൻ്റെ കയ്യിലോട്ടൊന്നും വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നിങ്ങൾ 1/2 മണിക്കൂർ വെക്കുക. അതല്ലെങ്കിൽ ഒരു ഉണങ്ങുന്നത് വരെ വെക്കുക. ഒന്ന് നനച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ വെച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പാഡ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. കണ്ണിൽ പൊടിയാതെ സൂക്ഷിക്കുക. മുഖത്ത് മൊത്തത്തിൽ അങ്ങനെ മധുരം ഈത്തപ്പഴത്തിൻ്റെ മധുരം. ആദ്യത്തെ വീഡിയോ ഞാനിത് ഇവിടെ മേലെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്കിൻ എത്ര. ചിലപ്പോൾ ഞാൻ മുഖത്ത് മൊത്തം എപ്പോൾ ഇടണം പറ്റാൻ മനസ്സിലാവും. ഞാൻ എന്തായാലും മൊത്തം ഒന്ന് കഴുകിയിട്ട് തരാം. ചിലപ്പോൾ മുഖം കംപ്ലീറ്റ്ലി തുടച്ചു ഭയങ്കര നമുക്ക് മുഖം ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആവും. ഇപ്പോൾ നമുക്ക് അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്ത എല്ലാ കണ്ടന്റ് നല്ല സംഭവങ്ങളാണ്. അപ്പോൾ മുഖത്തിന് എനിക്കിപ്പം ക്യാമറയിൽ എന്തോരം വിസിബിൾ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൻ്റെ പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കറക്റ്റ് എങ്ങനെ ഇരിക്കുന്ന ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. സോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു. അടിപൊളി ഫേസ് പാക്കാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കളർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് സ്കിൻ കളർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് മാറുന്നതാണ്. സോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.